നമസ്കാരം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ ഓണം റെസിപ്പീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കേരളീയ സദ്യയിലെ പ്രധാന വിഭവങ്ങളിൽ ഒന്നായ ഇഞ്ചിപ്പുളി അഥവാ പുളിയിഞ്ചിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പുളിയിഞ്ചി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. ഇഞ്ചിപ്പുളി തയ്യാറാക്കാനായിട്ട് ആദ്യം ഇതിലോട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് 4 അച്ച് ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഇവിടെ നന്നായി ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇഞ്ചിപ്പുളിയിലോട്ട് ആവശ്യമായ പുളിവെള്ളം ഒന്ന് തയ്യാറാക്കണം. അതിനായിട്ട് പഴകിയ പുളി, നല്ല കറുത്ത വാളംപുളി ഉണ്ടെങ്കിൽ അതാണ് ഇഞ്ചിക്കറിക്ക് ഏറ്റവും ടേസ്റ്റ്. ഈ ഒരു വലുപ്പത്തിലുള്ള വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു 3 കപ്പ് വെള്ളത്തിൽ കുതിർത്തി പിഴിഞ്ഞെടുത്തിരിക്കുന്ന പുളിവെള്ളമാണ്. ഇനി ഇതൊരു ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് റോ ടേസ്റ്റ് മാറ്റിയെടുക്കാം. ഇനി ഇഞ്ചിപ്പുളി തയ്യാറാക്കാൻ തുടങ്ങാം. ഇഞ്ചിപ്പുളി തയ്യാറാക്കാൻ എടുക്കുന്ന പാത്രം എപ്പോഴും അത്യാവശ്യം ഒരു കുഴിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 1.25 ടേബിൾ സ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് 4-5 വറ്റൽമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില, ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഒരു 10 മുതൽ 12 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഇവിടെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വഴണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 150 ഗ്രാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റവിന്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇഞ്ചി നല്ല മുരിഞ്ഞു വരണ വരെ, ക്രിസ്പി ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒന്നില്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല പോലെ കുറച്ച് വെക്കുക. ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിപ്പുളിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കായത്തിന്റെ പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നവരെ വഴറ്റിയെടുക്കുക. പൊടികളെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം സ്റ്റവിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വയ്ക്കാം. ഈ പുളിയുടെ റോ ടേസ്റ്റ് ഒക്കെ ഇപ്പൊ നമ്മൾ തിളപ്പിച്ചെടുത്തപ്പോൾ ഒന്ന് നല്ല പോലെ മാറി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇഞ്ചിപ്പുളി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര മധുരം താല്പര്യമുണ്ടോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയം നിങ്ങൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇടവിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുകി വരുന്നവരെ വറ്റിച്ചെടുക്കുക. ഇഞ്ചിപ്പുളി ഇവിടെ നന്നായി ഒന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഉപ്പ്, മധുരം, പുളി, എരിവ് എല്ലാം ബാലൻസ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് സമയം തണുക്കും തോറും ഇരുന്ന് കുറച്ചും കൂടിയും കട്ടിയായിട്ട് വരും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. വളരെ സ്വാദിഷ്ടമായ ഇഞ്ചിപ്പുളി അഥവാ പുളിയിഞ്ചി ഇവിടെ തയ്യാറായിട്ടുണ്ട്. പുളിയിഞ്ചി എപ്പോഴും നല്ലപോലെ തണുത്തതിന് ശേഷം ചില്ല് ഭരണിയിലോ ചില്ല് കുപ്പിയിലോ ഇട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസം കേടുകൂടാതെ നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കാവുന്നതാണ്. അപ്പം എല്ലാ കൂട്ടുകാരും റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്ത ദിവസം മറ്റൊരു ഓണർ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്